ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ നിൽക്കുന്നത് നെയ്യാറ്റിൻകര വിരാസത്ത് സെൻറ്ററിലോട്ടാണ് കേട്ടോ. അപ്പോൾ ശബരിമലയിൽ പോകാനായിട്ട് അന്ന് വൈകുന്നേരം ശബരിമലയിൽ പോവുകയാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ ചേട്ടന് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ചേട്ടനും പൊന്നൂനും എടുക്കണം. അപ്പോൾ എല്ലാവരും കറുപ്പ് ഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കറുപ്പും കാവിയും ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുപോലെ ഇടുന്നതാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ചേട്ടൻ എടുത്തിട്ടുണ്ട്, ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ട്, എന്നാലും പോകുമ്പോൾ എന്തായാലും വില കുറഞ്ഞ ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ എന്തായാലും ഒരു പുതിയൊന്ന് മേടിക്കണം. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ബെഡ്ഷീറ്റും തോർത്ത് അറിയാമല്ലോ, ഷർട്ട്, കാവി, പിന്നെ പൊന്നൂൻ ഡ്രസ്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറുപ്പ് ഷർട്ട് എടുത്തിട്ടുണ്ടേ. അങ്ങനെ ഇതാ കറുപ്പ് ഷർട്ട് എടുത്തു. പൊന്നുവാണെങ്കിൽ നമ്മൾ ആഴിമല പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് വിരാസത്തിൽ കയറിയത് കേട്ടോ. വിരാസത്ത് എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ടെക്സ്റ്റൈൽസ് ഇരിക്കുന്നത്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ്, എൻ്റെ അനിയത്തിയുടെ മാരേജിനായാലും എല്ലാത്തിനും നമുക്ക് ഡ്രസ്സ് മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഇതാ പൊന്നൂന് ആദ്യം കാണിച്ച ഫ്രോക്ക് സന്നിധാനത്തിൽ കയറിയപ്പോൾ ഇടാനായിട്ടും, പിന്നെ ഇത് കെട്ടിനിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാൻറ്റും ഉടുപ്പും പിന്നെ ഒരു ഫ്രോക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ റേറ്റൊന്നുമില്ല, അത് വെർത്താണ് എന്തായാലും. അങ്ങനെ അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബില്ലടിക്കുന്ന ചേച്ചിയായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങളുടെ അടുത്ത്. കാരണം നമ്മൾ പുതിയ കസ്റ്റമറൊന്നുമല്ല, നമുക്ക് എപ്പോഴും ഇവിടെ തന്നെയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നമ്മളെ നല്ലതുപോലെ അറിയാം. അങ്ങനെ ഇതിൽ ഒരാളാണ് കേട്ടോ ഇത് ഡ്രസ്സ് ആ പ്രതിമയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ കണ്ടിട്ട് എല്ലാവരും കൂടെ അതിൽ അള്ളി പിടിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പാവമാണ്, എല്ലാ ചേച്ചിമാരും പാവമാണ്, നല്ല സ്നേഹമാണ് കേട്ടോ. ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ഞാനൊന്ന് എടുത്തതാണ്. സാരിയുടെ ആയാലും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ പേയ്മെൻ്റൊക്കെ അടച്ചതിന് ശേഷം നമ്മളിതാ ഇറങ്ങി കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ആഴിമല പോയിട്ട് നമ്മൾ നേരെ വിലാസത്തിൽ കയറിയതുകൊണ്ട് ഭയങ്കര വെള്ളദാഹമായിരുന്നു. അങ്ങനെ ഒരു കടയിൽ കയറി 2 ലൈമും പൊന്നൊരു ഷാർജയും വരെ നമ്മൾ കുടിച്ചിട്ട് നമ്മൾ നേരെ വന്ന് നമ്മുടെ വിട്ടേറ ക്ഷേത്രത്തിലോട്ട്. അങ്ങനെ വിലാസത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വന്നത് കോവിലാണ് കേട്ടോ. വിട്ടേറ ക്ഷേത്രത്തിലോട്ടാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഇവർക്ക് കെട്ടൊക്കെ കേട്ടോ. കന്നിക്കാരൊക്കെ ഉണ്ട്. പൊന്നിൻ്റെ അടുത്തിരിക്കുന്ന 2 കുഞ്ഞുമക്കൾക്കെല്ലാം അവർ കന്നിക്കാരാണ് കേട്ടോ. അവർക്ക് ആദ്യമായിട്ടാണ് അവർ മലയ്ക്ക് പോണത്. അപ്പോൾ അവർക്കൊക്കെ കെട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിലിൽ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞി, എരിശ്ശേരി, നാരങ്ങ അച്ചാർ, അമ്മുണ്ട്, കുഞ്ഞാറ്റയുണ്ട്, രേഷ്മയുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അതായത് ദിവ്യചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നൊക്കെ ഒരു വൈബാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസിന് പോകുമ്പോഴും എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ഇതാണ്. നമ്മുടെ മൈൻഡ് ഫുൾ ഫ്രീ ആയിരിക്കും. എല്ലാവരും ഓപ്പണായിട്ട് അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ. കണ്ടില്ലേ, ഇങ്ങനെയാണ് അവിടെ എല്ലാം. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ കേട്ടോ. ചൂട് കഞ്ഞിയായിരുന്നേ. ഒന്നാമത് നല്ല ചൂട് സമയവും ചൂട് കഞ്ഞിയും കൂടെ ആയതുകൊണ്ട് ഈ ചൂട് ചായ ഊതി കുടിക്കാനാണ് ബുദ്ധന് ഇഷ്ടമെന്ന് പറയും പോലെ ഈ ചൂട് കഞ്ഞി ഊതി കുടിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു 3-3:30 മണിക്കാണ് കേട്ടോ കെട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ. കാരണം ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉണ്ടാക്കി. ആദ്യം അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ചപ്പാത്തി മറ്റേ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അതാകുമ്പോൾ വാങ്ങിച്ചിട്ട് ശകലം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ. എളുപ്പപ്പണി ഇവിടെ ഉണ്ട്, അവിടെ ഞാൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തി, ഉള്ളിക്കറി എല്ലാം സെറ്റായിട്ടുണ്ട്. വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പൊന്നിനെ ഇങ്ങനെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് തന്നെ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട്. കാരണം സമയം ഇപ്പം തന്നെ 3:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നേ വിളിച്ചു. പിന്നെ കെട്ട് തുടങ്ങാറായി, എല്ലാവരും ഒന്ന് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി. ഞാനും കറുപ്പാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇടവഴിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. പിന്നെ സമയം ലേറ്റ് ആയതുകൊണ്ട് വണ്ടി എടുത്തിട്ട് റോഡിൽ കൂടെ അങ്ങനെ പെട്ടെന്ന് പോവുകയാണേ. വിട്ടിയറം ശ്രീകണ്ഠന് ശാസ്താ ക്ഷേത്രം കണ്ടോ. നമ്മളിതായി വഴി കൂടെ അങ്ങ് നേരെ പോവുകയാണ്. അതാണ് നമ്മുടെ ക്ഷേത്രം എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരെ ഇരുമുടി കെട്ടുതാണ്ട് അവിടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂൻ്റെതും ചേട്ടൻ്റെതും കൂടെ അങ്ങനെ കെട്ടുകയാണ്. പൊന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് പോയത് കേട്ടോ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്.
അവൾ നടക്കുമെന്നായിട്ട് അവൾ നടക്കും, കുറച്ചൊക്കെ നടക്കും കേട്ടോ. എന്നാലും അവളുടെ അച്ഛന് ആഗ്രഹമാണ് 3 പ്രാവശ്യം ശബരിമലയിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ചേട്ടന്. അപ്പോൾ അതെന്തായാലും ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ ഇവിടെ സമയം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. പിന്നെ ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് എല്ലാവരും. ഇരുമുടിക്കെട്ട് എല്ലാവർക്കും വെച്ച് കൊടുക്കുകയാണ്. ഇപ്രാവശ്യം എൻ്റെ പൊന്നുവിന് ഇരുമുടിക്കെട്ട് വയ്ക്കാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായി കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അമ്മമ്മ സുഖമില്ലാതെ കിടന്നതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അമ്മ വന്നു, അമ്മയ്ക്ക് അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അവൾക്കും അതിഷ്ടമാണ് അമ്മാമ്മ ചെയ്യണത് അവിടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും അത് സന്തോഷമായി, അമ്മയ്ക്ക് ഇപ്പോൾ പറ്റിയല്ലോ എന്നുള്ളത്. അങ്ങനെ അവരൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് റോഡ് വരെ അവർ ശരണം വിളിച്ചാണ് വന്നത് കേട്ടോ. പിന്നെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും അവരെ മക്കളെടുത്ത് അമ്മമാരെല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ കൈ പിടിച്ചോണ്ടേ തെറ്റിപ്പോരുതേ എന്നൊക്കെ മക്കളുമാരത്തെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും പോയിട്ട് വരട്ടെ, സന്തോഷമായിട്ട് ഭഗവാന്റെ അനുഗ്രഹവും ആയുസ്സും എല്ലാം കിട്ടി തിരിച്ചു വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.